ഇതെവിടെയാണെന്ന് മനസ്സിലായോ? അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണും. ഇതേ വേറെ എവിടെയുമല്ല, നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. പുതിയ പ്രപ്പോസ്ഡ് പ്ലാനിന്റെ ഫോട്ടോ ആണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ദിവസത്തെ പണി കൂടെ കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ മുഖച്ഛായ. നിങ്ങളുടെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഞാൻ എന്താ ഇവിടെ നിന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനൊരു ചെറിയ ട്രിപ്പ് പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിനായിട്ട് കോട്ടയത്തേക്കാണ് ട്രിപ്പ്. പിന്നെ ട്രെയിൻ ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ സ്ഥിരം കുറ്റി തന്നെ മലബാർ എക്സ്പ്രസ്. കൂടെ വരുന്ന ആളെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ സ്ഥിരം ട്രാവൽ പാർട്ട്ണർ മൈ ഹസ്ബൻഡ്. ട്രെയിൻ കയറുന്നതോ സ്ഥിരം സ്റ്റേഷൻ തന്നെ, എൻ്റെ കോഴിക്കോട്. ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആണ്, ഞങ്ങളാണെങ്കിൽ നേരത്തെ എത്തിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തതുകൊണ്ട് ചേട്ടനെ വെറുപ്പിക്കാൻ തുടങ്ങി. കുറച്ച് നേരം നല്ലപോലെ ഇരുന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടിയാവുമല്ലോ. പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. പിന്നെ അപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ട്രെയിൻ വരുന്നത് നമുക്ക് വീഡിയോയിൽ പിടിക്കാം. കോച്ച് നമ്പർ S6 12 13 ഞങ്ങളുടെ സീറ്റ് നമ്പേഴ്സ്. സോ S4 പോയി, ഇനി അടുത്തത് S5 വരണം. അതിന് ശേഷമാണ് S6 വരുന്നത്. അതിൽ ലോവർ ബർത്തും മിഡിൽ ബർത്തും ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം തത്കാലാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. തത്കാലം അവിടെ ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കുള്ള ടിക്കറ്റ് ഫെയറിനേക്കാളും ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തുന്നത്. സോ ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയത്തെത്തി. ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ റൂം ബുക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ആ ഹോട്ടലിലേക്ക് പോകണം. അതിന് വേണ്ടി ടാക്സി കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. AC റൂമിന് 2800 ഒരു റേഞ്ചാണ് വരുന്നത്. 3000 റേറ്റാണ് വരുന്നത്. non-ACൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. നല്ല എനിക്കിഷ്ടപ്പെട്ടു. ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു വാർഡ്രോബാണ്. പിന്നെ ഒരു ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്. പിന്നെ കർട്ടൻ വന്നിട്ട് ബൈൻഡഡ് ടൈപ്സ് ആണ്. ബൈൻഡഡ് ടൈപ്സ് ആകുമ്പോൾ അധികം ഡസ്റ്റ് ഉണ്ടാവില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ഹായ് പിടിച്ചോളൂ എല്ലാവർക്കും. ഇങ്ങനെ മിറർ സെൽഫീസ് ഇങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങണം. പിന്നെ പിറ്റേ ദിവസമാണ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് മാരേജിനൊരു 11:30 ആകുമ്പോൾ പോയാൽ മതി. സോ അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പം കോട്ടയം വരെ എത്തിയില്ലേ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ രാവിലെ കാണാം കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ റെഡിയായി. ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു, കാരണം ഓൾറെഡി പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് സാരിയൊക്കെ ഉടുക്കാനുണ്ടായിരുന്നു. സാരി ഉടുക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾ ആദ്യം പോകുന്നത് തിരുനക്കര അമ്പലത്തിലേക്കാണ്. അവിടെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. നമ്മുടെ ലാലേട്ടനെ പോലെ മുണ്ട് മടക്കി കുത്തി നടക്കുക എന്നൊന്നും വിചാരിക്കേണ്ട. മുണ്ട് ഉടുത്തിട്ട് പുള്ളിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി കുത്തി ആ സ്റ്റൈലൊക്കെ ഒന്ന് പിടിച്ച് നോക്കുന്നത് കേട്ടോ. പിന്നെ ഞാനും ചേട്ടനും കൂടെയുള്ള മിറർ സെൽഫീസും മിറർ വീഡിയോസൊക്കെ വളരെ വളരെ റെയറാണ്. കാരണം പുള്ളി അങ്ങനെ നിന്ന് തരില്ല അതിനൊന്നും. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് വന്നു. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ പുറത്തേക്ക് പതുക്കെ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ടയം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, YMCA റോഡ് അങ്ങനെ എന്തോന്നാണ് പറയുന്നത്, ആ ഒരു ഭാഗത്തേക്ക്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ആ തിരുനക്കര അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ കോട്ടയം സിറ്റിയിലുള്ള ഒരു റൗണ്ട് അബൌട്ട് അല്ലേ, ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചതാണെന്നാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. റാൻഡമായിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ചിലതൊക്കെ. പിന്നെ ഇത് വരുന്നത് അവിടുത്തെ സ്റ്റാൻഡാണ്, ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അങ്ങനെ അമ്പലം എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുനക്കര അമ്പലം, മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ.
അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് കുറേ പ്രാവുകൾക്ക് ആളുകൾ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു. അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അമ്പലത്തിലേക്ക് കയറാണ്. കുറച്ച് പടികളുണ്ട്, എന്നിട്ടാണ് അമ്പലം വരുന്നത്. ഉള്ളിലേക്ക് 4 അമ്പലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ആന ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു കുറച്ച് ഷോർട്സ് മാത്രമാണ് അമ്പലത്തിനകത്തുള്ള എടുത്തത്. നല്ല ഭംഗിയുള്ള അമ്പലമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തിരുമേനി നല്ലൊരു തിരുമേനിയായിരുന്നു. എനിക്കൊരു പ്രസാദത്തിൻ്റെ, ഞാൻ കഴിപ്പിക്കാത്തൊരു പ്രസാദത്തിൻ്റെ അതൊക്കെ എനിക്ക് തന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു പ്രിമൈസസ് എന്ന് പറയുന്നത്. അകത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ ആൽമരം, അതിൻ്റെ അടുത്തായിട്ടാണ് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ടാണ് ഗേറ്റ് വരുന്നത്. കോട്ടയം നമ്മുടെ അക്ഷരനഗരിയാണ് അല്ലേ. അപ്പം അക്ഷരനഗരിയിലേക്ക് സ്വാഗതം എന്നുള്ള ഒരു ബോർഡ് അവിടെ കണ്ടപ്പോൾ എടുത്തതാട്ടോ ഈ വീഡിയോ. ഇനി ഞങ്ങൾ പോയത് ആര്യാസിലേക്കാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻസ് ഇഷ്ടപ്പെടുന്നൊരു ഹോട്ടലായിരിക്കും എന്തായാലും ഇത്. നല്ല നല്ല അടിപൊളി മെനു ഉണ്ടായിരുന്നു. പിന്നെ ഫുഡും കൊള്ളാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൂരി മസാലയും ബദാം മിൽക്കുമാണ്. എനിക്കൊരു ജ്യൂസ് പറഞ്ഞായിരുന്നു, പക്ഷേ അപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞത്. ഏർലി മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ബദാം മിൽക്ക് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. ഈ ഒരു സെമിനാരിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടലാട്ടോ ഞങ്ങളെ റൂം. കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ കറങ്ങി പിന്നെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ആണുങ്ങൾക്ക് പിന്നെ പാൻറ്റും മുണ്ടും മാറ്റി മാറ്റി കൊടുത്താൽ മതിയല്ലോ. ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിരുന്നു അത്. കല്യാണത്തിന് പോവാണ്. നിലയ്ക്കൽ പാരിഷ് ഹാൾ, പുതുപ്പള്ളി. അങ്ങനെ തുള്ളിച്ചാടി പോവാണ് കേട്ടോ. എല്ലാവരും കാണാമെന്നുള്ളൊരു സന്തോഷമാണ്, മനസ്സ് നിറച്ചു. പിന്നെ അത് മാത്രമല്ല, പുതുപ്പള്ളിയിലേക്കാണ് പോകുന്നത്. പുതുപ്പള്ളിയിൽ ആരാണ്? ഉമ്മൻചാണ്ടി സാർ അല്ലേ. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടേക്ക് പോകാനൊക്കെ. അപ്പോൾ അവിടെയുള്ള പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പള്ളിയുടെ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. കയറുമ്പം തന്നെ അവിടെ ബോർഡ് കണ്ടു, അമിന ആൻഡ് ബിലാൽ. ബിലാലാണ് എൻ്റെ ഫ്രണ്ട്. ബിടെക്കിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആലപ്പുഴ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പുതുപ്പള്ളി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചാണ്ടി ഉമ്മൻ സാറിനെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. പിന്നെ ട്രെയിനിലുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 6-നായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ പിന്നെ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള സ്ഥിരം പരിപാടി എല്ലാ സാധനവും എടുത്തിട്ട് ബാഗിലിട്ട് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവണം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാം കൊണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ച് കാലിക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് വിഷമമുണ്ട്, കുറച്ച് പേരെ കാണാൻ പറ്റിയില്ല. എന്നാലും ബിലാലിനെ കാണാൻ പറ്റി. ബിലാലിൻ്റെ ബ്രൈഡിന് ബ്ലെസ് ചെയ്യാൻ പറ്റി. അവർ
എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് തിരിച്ചു പോവാണ്. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ, ജനശതാബ്ദിയാണ്. സോ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഇതായിരുന്നു. തത്കാലം എടുത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സീറ്റ് കിട്ടിയത്, വിൻഡോ സൈഡ് കിട്ടിയില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്. രണ്ടുപേരും കൂടെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.